CPM-നുള്ളിൽ CPM-വുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികം. പക്ഷേ വധശ്രമം ഉണ്ടാകും, ആ ഇന്നോവ ഇപ്പോഴും പയ്യന്നൂരിലുണ്ടോ എന്നതടക്കമുള്ള കടുത്ത പ്രയോഗങ്ങൾ നടത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ലാഭം എന്താണ്? മാധു, അതിലേക്ക് വരാം. അതിനു മുൻപ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഇത്തരം കാര്യങ്ങളിലെടുക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് CPM-ൻ്റെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന VB ചെറിയാൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ അതിഗുരുതരമായൊരു ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണം എന്ന് പറയുന്നത് അവിഹിത ഗർഭമാണ്. ഈ ആരോപണത്തിൻ്റെ ഗുരുതര സ്വഭാവം പരിഗണിച്ച് പാർട്ടി ഒരു കമ്മീഷന് വെക്കുന്നു. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആ വിഷയം പരിഗണിച്ച് എത്തുന്ന നിഗമനം എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് ആരോപണം. അതുകൊണ്ട് ആരോപണം പാർട്ടിക്കെതിരാണ്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അവിഹിത ഗർഭം എന്ന് പറയുന്നത് പാർട്ടി വിരുദ്ധമാണ് എന്നുള്ളതിലേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആരോപണം കൺമുന്നിൽ തെളിവുകളോട് സൂചിപ്പിക്കപ്പെട്ടിട്ടും ആ കട്ട ആളെ പുറത്താക്കുന്നതിന് പകരം കളവ് കൈയോടെ പിടിച്ച് പാർട്ടിക്കകത്തും പിന്നീട് പൊതുമധ്യത്തിൽ പറയാൻ നിർബന്ധിതനായ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. കണ്ണൂരിലെ CPM-നകത്ത് ഇത് ആദ്യത്തെ തവണയല്ലല്ലോ ഇത്തരം സംഭവങ്ങൾ. കണ്ണൂരിലെ പാർട്ടി തന്നെ ഒരു ക്രൈം സിൻഡിക്കേറ്റായിട്ട് മാറിയിട്ട് കാലങ്ങളായിന്നേ. ഇതേ പാർട്ടി തന്നെയാണ് CKP പത്മനാഭൻ എന്ന് പറയുന്ന കർഷക സംഘത്തിൻ്റെ നേതാവിനെതിരെ ഈ സാമ്പത്തിക അപഹരണവുമായി ബന്ധപ്പെട്ട് ഒരു അച്ചടക്ക നടപടി എടുത്തത്. അതിനകത്ത് CKP പത്മനാഭനെതിരെ അന്ന് അച്ചടക്ക നടപടി സ്വീകരിക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്താ? P ശശിക്കെതിരെ ഗുരുതരമായൊരു ലൈംഗിക ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരില്ല. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കുറേ കാലമായി ഈ പാർട്ടിക്കകത്ത് നിലനിന്നിരുന്ന ജീർണത പുറത്തേക്ക് വന്നിരിക്കുക. ഇവിടെ കോൺഗ്രസ് പോലൊരു പാർട്ടി ഈ വിഷയത്തിനകത്ത് ഇടപെട്ട് അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ അടിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നതിന് ന്യായം എന്താ? ഇപ്പോൾ കോൺഗ്രസിനോട് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിനകത്ത് സാങ്കേതികമായ ചില കാര്യങ്ങൾ കൊണ്ട് കെട്ടിട നിർമ്മാണം അടക്കം വൈകുമ്പോൾ CPM അതിനെ വലിയൊരു വിഷയമായി പ്രശ്നവൽക്കരിക്കുന്നുണ്ടല്ലോ. അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. അതേസമയം ഇവിടെ വളരെ കൈയോടുകൂടി കളവ് മുതൽ പങ്കുവെക്കുന്നത് പിടിക്കപ്പെട്ടിട്ടും ഒരു MLA-യോട് ഒരു ജനപ്രതിനിധിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് CPM സ്വയം വിശദീകരിക്കണമെന്നേ. ഇത് കേവലം പണാപഹരണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ലല്ലോ. നേരത്തെ സഖാവ് കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ജാവേദക്കറുമായി കാണുന്നു. പാർട്ടിക്കകത്ത് സംഘപരിവാർ സ്വാധീനം, പാർട്ടിക്കകത്ത് നിരന്തരമായി തുടരുന്ന ഇത്തരം കച്ചവടവൽക്കരണം, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ പുറത്ത് കാഴ്ചക്കാരായി നോക്കി നിൽക്കണം, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇതിനോട് ചോദ്യങ്ങൾ ചെയ്യിക്കാൻ പാടില്ല, ഞങ്ങൾ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പാടില്ല എന്ന് CPM പറഞ്ഞാൽ അതിന് സൗകര്യമില്ല എന്നുള്ളത്